സിനിമ ഡബ്ബിംഗാണ്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, അത്യന്തം ഇപ്പോൾ അയാളെ പിടികൂടി നല്ല കാര്യം. പക്ഷേ ഇയാൾ പുറത്തു പറയാനിടയായത് എങ്ങനെയാണ്, ഒറ്റക്കയ്യൻ എങ്ങനെയാണ് ഈ രീതിയിൽ 7.5 മീറ്റർ ഉയരമുള്ള മതിൽ ചാടി വളരെ സേഫായി 4 മണിക്കൂർ 6 മണിക്കൂർ നമ്മളെ മുൾമുനിൽ നിർത്തിയത് എന്നൊരു വലിയ ചോദ്യമാണ് ശ്രീമതി ഭാഗ്യലക്ഷ്മി, അല്ലേ? രാവിലെ ഈ വാർത്ത കേട്ടപ്പോ മുതൽ വല്ലാത്തൊരു അന്താളിപ്പാണ് ഉള്ളിലുണ്ടായത്. ദൈവമേ, ഇനിയും ഇയാൾ പുറത്തേക്ക് വന്നിട്ട് ഇനി ഏതൊക്കെ പെൺകുട്ടികൾക്ക് ഇങ്ങനെ സൗമ്യക്ക് സംഭവിച്ചതുപോലെ സംഭവിക്കുമോ എന്നൊരു ഭയം ഉള്ളിലുണ്ടാകുമ്പോൾ തന്നെ ഏറ്റവും വലിയ അത്ഭുതം തന്നെയാണ്. കാരണം ഈ ആള് അവിടെ പണി നടന്നത് കൊണ്ട് ആക്സ ബ്ലേഡ് കിട്ടി എന്ന് പറയുന്നു. ഇയാൾ ഉപ്പ് വെച്ച് ആ കമ്പി ദ്രവിപ്പിച്ചു എന്ന് പറയുന്നു. ഇതൊന്നും ആരും ശ്രദ്ധിച്ചില്ലേ എന്നുള്ളത് ഒരു വല്ലാത്തൊരു അനാസ്ഥയാണ്. എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. മറ്റൊന്ന്, അവിടെ ആക്ച്വലി ഇയാൾ ഒരു തടവ് പുള്ളിയാണ്. ഇയാൾക്ക് യൂണിഫോം ഉണ്ടാകും. ഇയാൾക്ക് ഇത്രയും നീളത്തിൽ തുണി കെട്ടി ചാടാനുള്ള തുണി എവിടെ നിന്ന് കിട്ടി? എന്തായാലും മതിലിന് മുകളിൽ നിന്ന് തുണി കെട്ടി ഇയാൾ അതിൽ കയറി അപ്പുറത്ത് ഇത്രയും തുണി ഇയാൾക്ക് എവിടുന്ന് കിട്ടി? ഒരു ജയിൽ പുള്ളി അവിടെ നിന്ന് പോകുമ്പോഴാണല്ലോ അവരുടെ പഴയ വസ്ത്രം അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ ഈ വസ്ത്രം അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നോ? കുറഞ്ഞ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ട്. അപ്പൊ ആരുടെയോ രഹസ്യമായ ഒരു സഹായം അവിടെ കിട്ടിയിട്ടുണ്ടോ എന്ന് രാവിലെ ഇയാളെ പിടിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ ഉള്ളിൽ ഇങ്ങനെ, കാരണം ഒരു കയ്യേ ഉള്ളൂ ഇയാൾക്ക്. അങ്ങനെ കെട്ടണമെങ്കിൽ ഈ ഒരു കൈ കൊണ്ട് ഇയാൾ ഇത്രയും വലിയ ഒരു കെട്ടിയോ? എങ്ങനെ ഇത് മുകളിലേക്ക് ഇട്ടു? എങ്ങനെ? അല്ല, കെട്ടുമാത്രം എന്ന് പറഞ്ഞാൽ ഇതിന് ഒന്നാമത് 7.5 മീറ്ററുള്ള മതിൽ എങ്ങനെ കയറി? രണ്ടാമത് അതിന് മുകളിൽ ഇലക്ട്രിക് ഫെൻസ് ആണ്, അതിൽ എപ്പോഴും വൈദ്യുതി പ്രവഹിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ സ്വിച്ച് ഇയാൾ തന്നെ പോയി ഓഫാക്കിയോ? ഇയാൾക്ക് തന്നെ എങ്ങനെ, ഒരു കൈയുള്ള ആൾക്ക് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഇത് ഉരുക്കാണ്, ഇത് ഉപ്പിട്ടാൽ അങ്ങ് തുരുമ്പെടുക്കുന്ന കാസ്റ്റ് ആണെന്ന് എനിക്കറിയാം. കാസ്റ്റ് ആൻഡ് കമ്പിയാണ്, കട്ടിയുള്ള കമ്പിയാണ്. അത് ഒരു കൈയുള്ള ആൾ ശബ്ദമൊന്നുമില്ലാതെ എങ്ങനെ മുറിച്ച് നാല് കമ്പി എങ്ങനെ മുറിച്ച് മാറ്റി? ഇതിന് മറുപടി വേണ്ടേ ശ്രീമതി ഭാഗ്യലക്ഷ്മി? ഇത്രയും ഒരു കൊടും കുറ്റവാളിയെ ഇത്രയും കെയർലെസ് ആയിട്ട് ഒരു സ്ഥലത്താണോ താമസിപ്പിച്ചിരുന്നത്? ഇത്രയും കെയർലെസ് ആയിട്ട് അയാൾക്ക് രാത്രി 1:15 എങ്ങനെ സെല്ലിൽ നിന്ന് അയാൾ പുറത്തു കടന്നു? ഇതെല്ലാം ഒരു ചോദ്യമല്ലേ? ഇങ്ങനെ ആ കമ്പി മുറിച്ചിട്ടാണെങ്കിൽ പോലും വെളിയിലൊന്നും പോലീസുകാരില്ലായിരുന്നോ? ഇങ്ങനെ അയാൾ പുറത്തേക്ക് വളരെ ഈസി ആയിട്ട് അയാൾ സഞ്ചരിച്ചു. എന്തെല്ലാം ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. ഇതിൽ ആരുടെയോ സഹായം അയാൾക്ക് അത് കൊടുക്കേണ്ട രീതിയിൽ കൊടുത്താൽ എല്ലാം പുറത്തു വരും. ഇതൊരു സസ്പെൻഷനിൽ മാത്രം ഒതുക്കി അങ്ങ് നിർത്തേണ്ട ഒരു കാര്യമല്ല. വളരെ ഗുരുതരമായ ഒരു സാധാരണ മോഷണ കുറ്റവാളി അല്ല അയാൾ ഒരു പെൺകുട്ടിയെ വളരെ ദാരുണമായി ഉപദ്രവിക്കാവുന്നതിന്റെ പരമാവധി കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് എന്തൊക്കെ ചെയ്യാം അങ്ങനെയൊക്കെ ഉപദ്രവിച്ച് കൊന്ന ഒരുത്തനെ ഇത്രയായിട്ട് വിടുകയാണോ ചെയ്യുന്നത്? എനിക്ക് എത്ര ആലോചിച്ചിട്ട് രാവിലെ മുതൽ ഒരു പേടിയായിരുന്നു ഉള്ളില്. ഈശ്വര, ഇവൻ പുറത്തിറങ്ങിയോ? ഇവൻ ഇനി ഏതൊക്കെ സ്ത്രീകളെ, ഏതൊക്കെ പെൺകുട്ടികളെ ഉപദ്രവിക്കും? അവന്റെ ഇത്രയും വർഷങ്ങൾ ജയിലിൽ കിടന്നതിന്റെ ഫ്രസ്ട്രേഷൻ, അവന്റെ അവന് ലൈംഗിക ഫ്രസ്ട്രേഷൻ എല്ലാം കൂടി. ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞാൽ അത് പേടിമാ. ഇപ്പോൾ ഇറങ്ങി വരുന്ന വരവിൽ അവന്റെ മുന്നിൽ ഒരു പാവം പെൺകുട്ടി ചെന്നുപെടാത്തത് ഏതോ പെൺകുട്ടി, അതിന്റെ ഭാഗ്യമെന്നേ ഉള്ളൂ. നേരത്തെ ഇയാളെ ആദ്യം പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുകയായിരുന്നു, ഇയാളെ വൈദ്യപരിശോധന കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ ഒരു വനിതാ ഡോക്ടർ അത് കഴിയുമ്പോൾ പേടിച്ച് ഇയാളുടെ നോട്ടം കണ്ട് പേടിയാവുന്നു എന്ന ഉദ്യോഗസ്ഥനോട് പറഞ്ഞ കാര്യം പറയുകയായിരുന്നു. അപ്പോൾ പോലീസുകാർ ചുറ്റും നിൽക്കുമ്പോൾ അയാൾ ആ നോട്ടം നോക്കണമെങ്കിൽ അയാളൊരു വൃത്തികെട്ടവനും കൊടും ക്രിമിനലാണ്. അയാൾ പുറത്തു പോകാൻ ഒരു കാരണവശാലും പുറത്തു പോകരുതാത്തൊരുത്തനായിരുന്നു ഭാഗ്യലക്ഷ്മി. കൊടും ക്രിമിനലാണ്. ഇയാളുടെ പിടിക്കപ്പെട്ടപ്പോൾ പോലും അയാളുടെ മുഖത്ത് യാതൊരു കുറ്റബോധവും കാണുന്നില്ല. അയാൾ ഇങ്ങോട്ട് അപ്പോഴും ആളുകളെ തുറിച്ചു നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. നോക്കൂ, ഈ മനുഷ്യാവകാശം എന്ന് പറഞ്ഞ് കുറെ ആളുകൾ ഇറങ്ങുന്നുണ്ടല്ലോ. ഇവനെയൊക്കെ ഇങ്ങനെയല്ല ശിക്ഷിക്കേണ്ടത്. ഇവനെയൊക്കെ അന്ന് തന്നെ തൂക്കിക്കൊല്ലാൻ വിധിക്കാതെ പോയതിൽ തന്നെ നമ്മളൊക്കെ പ്രതിഷേധം പ്രകടിപ്പിച്ചതാണ്. അന്നും കുറെ മനുഷ്യാവകാശ ആൾക്കാർ പുറത്തു വന്നു. അങ്ങനെയല്ല, ഇങ്ങനെയല്ല. ഇവൻ ഇനി അകത്ത് ഇരുന്നാലും അപകടമാണ്, ഇവൻ പുറത്തു വന്നാലും അപകടമാണ്. ഇവനെയൊക്കെ എന്തിനാണ് ഇങ്ങനെ ഈ ഭൂമിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായി. ഇപ്പൊ ജനങ്ങൾ ഇപ്പോഴും ആ വിഷയം മറന്നിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഇന്ന് ജനങ്ങൾ ഇത്രയും വയലന്റ് ആവുന്നത്. അവനെ